സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറയുമ്പം രാത്രി കിടക്കുന്ന സമയത്ത് കാലിൻ്റെ ചൂട്ടിൽ നല്ല നീറ്റൽ പോലെ ഉണ്ടാവും. ഭയങ്കര ചൂടായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകിച്ചിട്ട് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ പ്രധാനമായിട്ടുണ്ടാവും. അല്ലാതെ പിത്തം കൂടിയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു പുകച്ചൽ എന്ന് പറയുന്ന സംഗതി കൂടുതലുണ്ടാവും. നിങ്ങൾ അലോപ്പതിയിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കിട്ടില്ല. അവർ വേറെ പല സംഗതികളും തരും, പക്ഷേ അതുകൊണ്ടൊന്നും ഈ ചൂട് പോയില്ല. ആയുർവേദത്തിന് ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് എന്തുകൊണ്ടാണ് ഈ ചൂട് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെ പിത്തം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഈ ശരീരത്തിൽ ഏത് സമയത്ത് ഈ പിത്തം കൂടുന്നോ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എരിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ പുകച്ചിലുണ്ടാവും. അത് ചിലപ്പോൾ കണ്ണിൻ്റെ എരിച്ചിലായിരിക്കാം, അല്ലെങ്കിൽ തലയുടെ എരിച്ചിലായിരിക്കാം. പലർക്കും നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ ഭയങ്കര ചൂടായിരിക്കും എല്ലാ സമയത്തും. അതേപോലെ തന്നെ തലേൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും. ചിലർക്ക് ശരീരം മുഴുവൻ ചൂടായിരിക്കും. അതേപോലെ തന്നെ ചിലർക്ക് ഈ കാലിൻ്റെ അടിയിൽ ഭയങ്കര എരിച്ചിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള സംഗതികളെല്ലാം വരും. അപ്പോൾ നമ്മൾ അലോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചുള്ള മരുന്നൊന്നും അവർ തരില്ല. അവർക്ക് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയില്ല. പലതും ചെക്ക് ചെയ്തിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ വരും. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ ഗുണം കിട്ടില്ല. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ അല്ലെങ്കിൽ നാട്ടുവൈദ്യത്തിൽ തന്നെ വളരെ നല്ലൊരു മരുന്നുണ്ട്. ആ മരുന്നിനെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് വയൽച്ചുള്ളി എന്ന് പറയുന്ന ഒരു ചെടി. അത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നെല്ലെല്ലാം വയ്ക്കുന്ന ആ സ്ഥലങ്ങളിൽ ഈ വയൽച്ചുള്ളി ഉണ്ടാവും. നിറയെ മുള്ളുണ്ടാവും. ഈ സാധനം നമ്മൾ എടുത്തതിന് ശേഷം ഒരു കൈപ്പിടി എടുത്തതിന് ശേഷം നല്ല പോലെ അതിനെ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം 1 ലിറ്ററോ വെള്ളത്തിൽ അതിനെ ഇട്ടതിന് ശേഷം മൺപാത്രത്തിലായിരിക്കും ഇടേണ്ടത്. ഇട്ടതിന് ശേഷം നല്ല വിറകടുപ്പിൽ തന്നെ അതിനെ നല്ല പോലെ പാകം ചെയ്യുക. ഒരു കാരണവശാലും ഇൻഡക്ഷൻ കുക്കർ, അതേപോലെ തന്നെ മൈക്രോവേവ് ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. കാരണം അത് ആൾറെഡി അതിൻ്റെ ഉള്ളിൽ ആ പ്രശ്നങ്ങളിനെ കൂട്ടാനായിരിക്കും അത് സഹായിക്കുക. അത് ഒരു കാരണവശാലും ഈ സാധനം നമ്മൾ സാധാരണ കുക്കിങ്ങിന് അത് ഉപയോഗിക്കരുത്. നമ്മൾ സാധാരണ വിറകടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പായാലും കുഴപ്പമില്ല, അതിൽ വെച്ചതിന് ശേഷം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ നല്ല മണ്ണിൻ്റെ ആണെങ്കിൽ ഏറ്റവും ഉത്തമമായി അതിലായിരിക്കും നമ്മൾ വെക്കേണ്ടത്. ബാക്കിയുള്ള പാത്രങ്ങളിലൊന്നും വെക്കരുത്. വെച്ചതിന് ശേഷം അതിന് നല്ലപോലെ തിളപ്പിച്ച് അതിന് ഏകദേശം ഒരു 1/4 ഭാഗമായിട്ട് അതിനെ വറ്റിച്ചതിന് ശേഷം ഈ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഈ ചൂടിനൊരു പരിഹാരം ഉണ്ടാവും. അതുകൂടാതെ രക്തവാത സംബന്ധമായിട്ടുള്ള ചില അലർജി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കും ഈ സംഗതി വളരെ നല്ലതാണ്. ഈ വയൽച്ചുള്ളിയുടെ ഈ തിളപ്പിച്ച വെള്ളം. രക്തവാതം എന്ന് പറഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് ചെറുതായിട്ടുള്ളൊന്ന് ചൊറിയുമ്പോഴേക്കും തടിച്ച രീതിയിൽ അങ്ങനെ വരാനുള്ളത്. അപ്പോൾ അതിനും ഇത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾക്ക്, അതായത് ഈ ശരീരത്തിൻ്റെ പുകച്ചലിന് ഇത് വളരെ നല്ലൊരു സംഗതിയാണ്. നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ പുകച്ചലിന് വളരെ ആശ്വാസം കിട്ടും. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഈ ഒരു ചെടി ഒട്ടും ഉപയോഗമില്ലാതെ അവിടെയും ഇവിടെയും മുള്ളു പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണെന്നാണ്. പക്ഷേ ഇതിന് വളരെയധികം ഗുണങ്ങളുള്ളൊരു ചെടിയാണ്. പ്രത്യേകിച്ച് മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഇത് വളരെ നല്ല ഒരു ഇതാണ്. ചിലർക്ക് ഈ മൂത്രത്തിൽ കല്ലുണ്ടാവും, അതേപോലെ തന്നെ മൂത്രം കറക്റ്റായിട്ട് പോവില്ല, മൂത്രത്തിൽ ചൂടുണ്ടാവും, അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇങ്ങനത്തുള്ള സാധനങ്ങൾക്കെല്ലാം ഈ വയൽച്ചള്ളി വളരെ ഗുണപ്രദമായിട്ടുള്ള ഇതാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിലായിട്ട് നിങ്ങളത് കാണാൻ പറ്റും. ഈ വയൽച്ചുള്ളിയുടെ ഇത് അതിൻ്റെ ഇതായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇതാണ് ഈ വയൽച്ചുള്ളി. അപ്പോൾ ഈ വയൽച്ചുള്ളിയെ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയോഗം ചെയ്യുക. അതുകൂടാതെ ഈ ശരീരത്തിൽ ചൂടുള്ള ആൾക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. അതായത് പിത്തം നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നവംബർ മാസം പകുതിയാകുന്ന സമയത്ത്, ആ സമയത്ത് യഥാരീതിയിലൊന്ന് വിരേചനം ചെയ്യുക. വിരേചനം ചെയ്യുന്ന പറഞ്ഞാൽ വയറിളക്കുക. ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം വയറിളക്കുന്നതായിരിക്കും നല്ലത്. 1-2 ദിവസം കുറച്ച് നെയ്മാരിയുള്ള സംഗതികളെല്ലാം കുടിച്ചതിന് ശേഷം ഒന്ന് സ്നിഗ്ധമാക്കിയിട്ട് ഒന്ന് നല്ലപോലെ വേർത്തതിന് ശേഷം ഒന്ന് വയറിളക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒന്ന് വയറിളക്കാൻ ധാരാളം മരുന്നുകളൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വയറിളക്കുക. അപ്പോൾ ഇങ്ങനെ നവംബറിൽ നമ്മൾ വയറിളക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് പറയുമ്പോൾ, 1 വർഷത്തേക്ക് നമുക്ക് പിത്തദോഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. പിന്നെ 1 വർഷത്തേക്ക് ഈ ശരീരത്തിൽ ചൂട് കൂടുന്നൊരു പ്രശ്നം പിന്നെ 1 വർഷത്തേക്ക് ഉണ്ടാവില്ല. അതിനെ നമ്മൾ ഋതുചര്യ എന്നൊക്കെയാണ് പറയുന്നത്. ഏതൊക്കെ ഋതുവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ സമയത്തൊന്ന് വയറിളക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഇതിന് പോയിട്ട് പല ടെസ്റ്റുകളും ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ അതിൻ്റെ ഒന്നും യഥാർത്ഥ ഒരു സംഗതിയൊന്നും വരാൻ പോകുന്നില്ല. കറക്റ്റായിട്ടുള്ളൊരു ഡയഗ്നോസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ആയുർവേദത്തിലൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡയഗ്നോസ് ഉണ്ടാവും. ഇത് വളരെ പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടാവും, പ്രത്യേകിച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത്. പലർക്കും, എൻ്റെ ബന്ധുക്കളിൽ പലർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദം ആയിരിക്കും.
പലർക്കും ഈ കാര്യങ്ങളിലൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ വീണ്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്ക് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതൊക്കെ വളരെയധികം ഗുണപ്രദമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.